അരുൺ ആലത്തൂർ, ഈ നമ്മുടെ അർജുൻ്റെ ബന്ധുക്കൾ, കാരണം സഹോദരി ഭർത്താവ് അടക്കമുള്ള ബന്ധുക്കൾ അവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യ ദിനങ്ങളിലൊക്കെ നടന്ന രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ല, ഊർജിതമായി നടക്കുന്നില്ല, പൂർണ്ണമായി മാറ്റി എന്ന് പറഞ്ഞത് മാറ്റിയിട്ടില്ല തുടങ്ങിയ പരാതികളൊക്കെ ഈ സഹോദരി ഭർത്താവ് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോഴെന്താണ് അവരുടെ ഈ സഹോദരി ഭർത്താവൊക്കെ അവിടെ ഉണ്ടോ? അവർ മാധ്യമങ്ങളെയൊക്കെ കാണുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അവരെ കാണാൻ കഴിയുന്നുണ്ടോ? എന്താണ് അവരുടെയൊക്കെ ഒരു പ്രതികരണം? എന്താണ് നാവികസേന നടത്തുന്ന ഏറെ വെല്ലുവിളിയോടെ ഏറെ സങ്കീർണമായ ഈ പ്രദേശത്ത് അവർ, പ്രത്യേകിച്ച് നാവികസേനയിലെ ഉദ്യോഗസ്ഥരൊക്കെ ജീവൻ പണയം വെച്ചാണ് ഇത്ര ഒഴുക്കുള്ള പുഴയിലൂടെ പോയി അങ്ങോട്ടേക്ക് തെരച്ചിൽ നടത്താനും ഡൈവിങ് നടത്താനും ഒക്കെ ഒരുങ്ങുന്നത്. അപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ ഈ ശ്രീജിത്തിൻ്റെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ശ്രീജിത്തിൻ്റെ നാട്ടുകാർ കുറേ പേർ അങ്ങോട്ടേക്ക് എത്തിയിരുന്നല്ലോ, അവർ കുറേ പേർ മടങ്ങിപ്പോയി. ആരെങ്കിലും അവിടെ തങ്ങുന്നുണ്ടോ? അവരുടെയൊക്കെ ഒരു അഭിപ്രായം എന്താണ്? അതൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടോ അരുൺ ആലത്തൂർ? ബന്ധുക്കളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഒക്കെ ഇപ്പോൾ നടക്കുന്ന രക്ഷാദൗത്യത്തിൽ പൂർണ്ണ സംതൃപ്തി തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ചും എല്ലാ സാധ്യമായ വഴികളും തേടിക്കൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ഏതെല്ലാം തരത്തിൽ ഈ ഒരു രക്ഷാദൗത്യം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ ഈ കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ വീഴ്ചകൾ ഉണ്ടായെങ്കിലും സൈന്യം ഏറ്റെടുത്തതിന് ശേഷം ഇതിൽ വലിയ ഒരു മാറ്റം തന്നെ ഉണ്ടായി. രക്ഷാദൗത്യത്തിൽ തന്നെ വലിയ ഒരു മാറ്റം ഉണ്ടാവുന്ന ഒരു സ്ഥിതിയായിരുന്നു. എല്ലാ തരത്തിലും സൈന്യം അതിനെ കൃത്യമായി തന്നെ ഏറ്റെടുത്ത് അതിനുവേണ്ടി ഏതൊക്കെ തരത്തിൽ ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അതിന്റെ എല്ലാ സാധ്യതകളും പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ദിവസം ഭൂമി മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്നതാണെങ്കിലും അതിനുശേഷം ഇപ്പോൾ ഈ ഒരു ഡ്രോൺ സിസ്റ്റം കൊണ്ടുവന്നതാണെങ്കിലും ഇതെല്ലാം അതിന്റെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇതിനെ ഫലപ്രാപ്തിയിലെത്തിക്കാം അല്ലെങ്കിൽ ഈ ലോറിയെ കണ്ടെത്താം എന്നുള്ളതിന് തന്നെയാണ് അവർ പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഈ ഒരു ദൗത്യത്തിൽ വളരെ നിർണായകമായിട്ടുള്ള കാര്യം എന്നുള്ളത് നേരത്തെ നമുക്ക് പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു കണ്ടെയ്നറിനെ ഉയർത്തുക എന്നുള്ളതാണ്. അതിനെ ലോറിയെ ഉയർത്തണമെങ്കിൽ അതിന് കാലാവസ്ഥ അനുകൂലമായിരിക്കണം. ഒപ്പം തന്നെ പുഴയിലെ ആ ഒരു വെള്ളത്തിന്റെ ഒഴുക്കും മറ്റ് സ്ഥിതികളും അതെല്ലാം നിയന്ത്രണ വിധേയമാവുന്ന തരത്തിൽ, അതെല്ലാം അനുകൂലമാവുന്ന തരത്തിൽ വന്നെങ്കിൽ മാത്രമേ ദൗത്യ സംഘത്തിന് അത്തരം നടപടികളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ ആയിട്ടുള്ളത്. മറ്റൊന്ന് ഉള്ളത്, ഇത്തരം ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ മറ്റെന്തെങ്കിലും അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിലേക്ക് സൈന്യം കടക്കുമോ എന്നുള്ളതാണ്. അത് നമുക്ക് ഏതായാലും ഈ നിമിഷം വ്യക്തമല്ല. കാരണം അത് സൈനിക വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും മറ്റുമൊക്കെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഏതായാലും കളക്ടർ തന്നെ മാധ്യമങ്ങളെ കാണും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പുതിയ ഈ ഒരു രക്ഷാദൗത്യത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ആ ഒരു കളക്ടറുടെ പ്രതികരണമൊക്കെ വരുമ്പോൾ നമുക്ക് എന്താണ് ഇനി അടുത്തതായി ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമാവുന്നതായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു